അപ്പം നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത പ്രകാശങ്ങൾ, അതായത് ഇപ്പോൾ വയലറ്റാണ് നമ്മൾ കാണുന്നതിൽ ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞത്. വയലറ്റിന് താഴെയുള്ള അൾട്രാ വയലറ്റ്, ആ പേരിൽ തന്നെ അതുണ്ട്, വയലറ്റിന് താഴെ വരുന്ന സ്പെക്ട്രത്തിൽ വരുന്ന അൾട്രാ വയലറ്റ് നമ്മുടെ കണ്ണിന് കാണാൻ സാധ്യമല്ല. അതേപോലെ തന്നെ ചുവപ്പ് നിറത്തിന് മുകളിലുള്ള ഇൻഫ്രാറെഡ്, ആ പേരിൽ തന്നെ അതുണ്ട്, ഇൻഫ്രാറെഡ്, അതും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഈ കുടുംബത്തിലെ ഈ ഒരു ചെറിയ ഭാഗമാണ്. അത് കാണാൻ സാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയെ ഈ രൂപത്തിൽ കാണുന്നത്. നമ്മളിപ്പോൾ ഈ സ്പെക്ട്രത്തിൽ ഈ ഭാഗമല്ല, മറിച്ച് നമ്മൾ അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മുടെ കണ്ണിന് കാണാൻ സാധിക്കുമായിരുന്നെങ്കിൽ നമ്മൾ ഈ ലോകത്തെ കാണുക വേറൊരു ലോകമായിരിക്കും. അതായത് നമ്മൾ കാണുന്ന ലോകം ഇന്ന് ഈ കാണുന്ന രൂപത്തിലായിരിക്കില്ല, മറ്റൊരു രൂപത്തിലായിരിക്കും നമ്മൾ ലോകത്തെ കാണുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഉദാഹരണം, ഇപ്പോൾ തേനീച്ചകൾക്ക് അൾട്രാ വയലറ്റ് രശ്മികൾ കാണാനുള്ള കഴിവുണ്ട്. അപ്പോൾ തേനീച്ചയുടെ കണ്ണ് നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ലോകം ആയിരിക്കില്ല കാണുന്നത് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, തേനീച്ചയുമായിട്ട് പറയുന്ന മനസ്സിലേക്ക് വന്നൊരു അത്ഭുതം, ഈ തേനീച്ചയെ അൾട്രാ വയലറ്റ് കാണാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ ആയത്ത് വരുന്നത് സൂറത്തു നഹ്ലിലാണ്. ഈ വർണ്ണങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശവും സൂറത്തു നഹ്ലിലാണെന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. അപ്പം തേനീച്ച കാണുന്ന ലോകം നമ്മൾ കാണുന്ന ഈ ലോകമല്ല. നമ്മൾ ഈ ലോകം ഇങ്ങനെ കാണുന്നത് നമുക്ക് വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ദൃശ്യപ്രകാശം കാണാനുള്ള കഴിവ് നൽകുന്നത് കൊണ്ട് മാത്രമാണ്. നമുക്ക് ആ ഒരു സ്പെക്ട്രത്തിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഗമാണ് നമ്മുടെ കണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തന്നിരുന്നതെങ്കിൽ നമ്മൾ ഈ ലോകത്തിന്റെ മറ്റൊരു പതിപ്പ് അല്ലെങ്കിൽ മറ്റൊരു വെർഷനായിരിക്കും നമ്മൾ കാണുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ് ചിത്രം അവിടെ സൂചിപ്പിച്ചത്. അപ്പം നമ്മുടെ ഭൂമി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രമാണ്. ചന്ദ്രനിൽ പോയ ആളുകൾ എടുത്ത ഈ ബ്ലൂ മാർബിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രസിദ്ധമായിട്ടുള്ള ചിത്രമാണ് നമ്മുടെ ഭൂമി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഭൂമി നമ്മൾ ഈ രൂപത്തിൽ കാണാനുള്ള കാരണം നമുക്ക് ദൃശ്യപ്രകാശം കാണാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്. അതേസമയം നമ്മൾ അൾട്രാ വയലറ്റ് രശ്മികൾ കാണാനുള്ള കഴിവ് നമ്മുടെ കണ്ണിനുണ്ടായിരുന്നെങ്കിൽ ഇതേ ഭൂമി നമ്മൾ കാണുന്നത് ആ ചിത്രത്തിൽ കാണാൻ സാധിക്കും മറ്റൊരു രൂപത്തിലായിരിക്കും. അപ്പോൾ ഓരോന്ന് കാണാനുള്ള കഴിവ് നമ്മുടെ കണ്ണിന് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് ഈ പ്രപഞ്ചത്തിന്റെ വ്യത്യസ്ത വെർഷനുകൾ നമ്മൾ കാണുമെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അപ്പോൾ യഥാർത്ഥത്തിൽ പ്രകാശത്തിന്റെ സ്പെക്ട്രം അല്ലെങ്കിൽ വർണ്ണരാജി എന്നറിയുന്നത് അതൊരു സ്കെയിലായിട്ട് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കണം. 1 മുതൽ 10 വരെയുള്ള ഒരു സ്കെയിലായിട്ട് നമ്മൾ പ്രകാശത്തിന്റെ സ്പെക്ട്രത്തെ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിൽ ചെറിയൊരു ഭാഗം, അപ്പോൾ ഉദാഹരണത്തിന് 2നും 3നും ഇടയിലുള്ള ഒരു ചെറിയ ഭാഗം മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ണിന് വേണ്ടി തുറന്നു തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോകത്തെ നമ്മൾ ഈ രൂപത്തിൽ കാണുന്നത്. ആ സ്കെയിലിൽ നമ്മൾ 2നും 3നും പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല 4ഉം 5ഉമാണ് നമ്മുടെ കണ്ണിന് തുറന്നു തരുന്നതെങ്കിൽ നമ്മൾ വേറൊരു ലോകമായിരിക്കും കാണുക. അപ്പോൾ ഒരേ ലോകത്തിന്റെ വ്യത്യസ്ത വെർഷനുകളാണ് വ്യത്യസ്ത ജീവികൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, എത്ര അത്ഭുതപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ജീവികളും ലോകത്തെ കാണുന്ന കാഴ്ചകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ ജീവികളും ഈ ലോകത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. മനുഷ്യൻ ഈ രൂപത്തിൽ കാണാനുള്ള കാരണം മനുഷ്യന് ദൃശ്യപ്രകാശം കാണുന്നത് കൊണ്ട് മാത്രമാണെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, മനസ്സിലേക്ക് വരുന്ന ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞ സന്ദർഭത്തിൽ വബസറുക്കൽ യൗമ ഹദീദ്, അന്നത്തെ ദിവസം നിങ്ങളുടെ കണ്ണിന്റെ മറ നീക്കി ഞാൻ കണ്ണിന് ഇരുമ്പിന്റെ കാഴ്ച നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് നമുക്ക് തുറന്നു തന്ന ഈ ഒരു ചെറിയ ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത ചില ഭാഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി തുറന്നു തരും. ആ സന്ദർഭത്തിൽ നമ്മൾ ഇത്രയും കാലം കാണാത്തൊരു ലോകം, അതായത് മലക്കുകളുള്ള ഈ ലോകം നമ്മൾ ആ സന്ദർഭത്തിൽ ദർശിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അത്ര വലിയ അത്ഭുതമാണ്. കണ്ണിന്റെ മറ നീക്കുന്നതോടുകൂടെ നമ്മൾ ഈ രൂപത്തിൽ നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാത്ത പലതും കാണുകയാണ്. ഈ ലോകത്ത് നമ്മൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ വെച്ച് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ തന്നെ, അതായത് നമ്മൾ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കിയത് വെച്ച് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മൾ കാണാൻ കഴിയാത്ത പലതും നമുക്ക് മറ്റുള്ള കാഴ്ചകൾ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് അവർ പറയുന്നു. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നത്തെ ദിവസം കണ്ണിന്റെ മറ നീക്കുന്നതോടുകൂടെ നമുക്ക് ഇത്രയും കാലം നമ്മൾ കാണാത്ത മലക്കുകളെ നമ്മൾ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, ചുരുക്കത്തിൽ മസ്തിഷ്കമുണ്ടാക്കുന്ന ഒരു മായ മാത്രമാണ് കളറുകൾ. ഈ ലോകത്തുള്ള മുഴുവൻ നമ്മൾ ഈ ആസ്വദിക്കുന്ന ഈ വർണ്ണങ്ങളെല്ലാം മനുഷ്യ മസ്തിഷ്കം ഉണ്ടാക്കുന്ന ഒരു മായ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, അതായത് ഈ ലോകത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തന്നെ വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, വഞ്ചിക്കുന്ന വിഭവം എന്നാണ് ദുനിയാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. യഥാർത്ഥത്തിൽ നമ്മുടെ മസ്തിഷ്കത്തിനെ വഞ്ചിക്കപ്പെടുക അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള സുഖ സൗകര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ മായയായിട്ട് നമ്മളിൽ ആരാണ് നല്ല ഈ അബുലുവക്കും അയ്യക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയൊരു മായ മാത്രമാണ് ഇതെല്ലാം. അത് വർണ്ണങ്ങളുമായിട്ട് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. വളരെ ശ്രദ്ധേയമായിട്ടൊരു ഹദീസ് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷ്ഹദു അന്നല്ലാഹ ഹഖ്ഖുൻ, അല്ലാഹു മാത്രമാണ് അല്ലാഹു ആണ് ആരാധ്യൻ എന്നുള്ളത് സത്യമാണ്. വ അന്ന ലിഖാഅഹു ഹഖ്ഖുൻ,
തീർച്ചയായിട്ടും അള്ളാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടുമെന്നുള്ളത് സത്യമാണ്. അള്ളാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടുമെന്നുള്ളത് സത്യമാണ്. വ അന്ന സാഅത ഹഖുൻ, തീർച്ചയായിട്ടും എല്ലാം അവസാനിക്കുന്ന ഒരു ദിനം, ഈ ലോകം ഒടുങ്ങുന്ന ഒരു ദിനം വരുമെന്നുള്ളത് സത്യമാണ്. വ അന്നൽ ജന്നത ഹഖുൻ, തീർച്ചയായിട്ടും സ്വർഗം എന്നുള്ളത് സത്യമാണ്. വ അന്ന നാറു ഹഖുൻ, തീർച്ചയായിട്ടും നരകം എന്നുള്ളതും സത്യമാണ്. ഇതെല്ലാം സത്യമാണ്. പക്ഷേ സത്യമല്ലാത്തതായിട്ട് ഒന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എണ്ണപ്പെടാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, അത് ദുനിയാവാണ്. ദുനിയാവ് സത്യമല്ല, മറിച്ച് ദുനിയാവ് യഥാർത്ഥത്തിലുള്ള സത്യമല്ല, മറിച്ച് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയത് മാത്രമാണ് ദുനിയാവ്. നമ്മളിൽ ആരാണ് നല്ലത് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വഞ്ചിക്കുന്ന വിഭവം മാത്രമാണ് ദുനിയാവ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായിട്ട് ജീവിച്ച് നാളെ സ്വർഗ്ഗലോകത്ത് ഏറ്റവും വലിയ ആ സത്യത്തിൽ വിജയികളായിട്ട് നാളെ ഉയർത്തെഴുന്നേൽക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.